ഈ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നിന്നാണോ ഈ അറിയിപ്പുകൾ വൈകുന്നതും അല്ലെങ്കിൽ അറിയിപ്പുകൾ അവർക്ക് ബോധവും വൈകിക്കുന്നതും അത്തരം പരാതി നേരത്തെ ഉയർന്നു കേട്ടിട്ടുണ്ട്? അതിന് സമാനമായ സാഹചര്യം ഇപ്പോഴുണ്ടോ? അങ്ങനെ പറയാൻ കഴിയില്ല. ഈ കാലാവസ്ഥ അറിയിപ്പുകൾ കിട്ടുന്നതിനുള്ള പലതരം മാർഗങ്ങളുണ്ട്. അത് കേന്ദ്ര കാലാവസ്ഥയുണ്ട്, ആഗോളതലത്തിലുള്ളതുണ്ട്, പലതരത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ കൃത്യമായി കിട്ടുന്ന അറിയിപ്പുകൾ അത് കൃത്യമായി മറ്റു തലങ്ങളിലേക്ക് അറിയിച്ചില്ല എന്ന പ്രശ്നങ്ങളാണ് ഇവിടെ ഉയർന്നു വന്നിട്ടുള്ളത്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നാണ് ഗവൺമെന്റ് കാര്യമായി പരിശോധിക്കുന്നത്. മുഖ്യമന്ത്രി പറയുന്നത് പുതിയ ദുരന്ത നിവാരണ പ്രതിരോധ സംവിധാനം ഇനി നടപ്പിലാക്കാൻ പോവുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ തുടങ്ങിക്കഴിയുന്നു. കഴിഞ്ഞ 10 വർഷം സർക്കാർ ഈ ദുരന്ത പ്രതിരോധം അത് നേരത്തെ മുൻകൂട്ടി കാണാനും അത് കണ്ടുപിടിക്കാനും എന്നുള്ള സംവിധാനങ്ങളൊന്നും നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളൊരു വിമർശനം നിലവിൽ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. ഈ 2018-ലെ 19 അനുഭവങ്ങൾ മുൻനിർത്തി അത് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രത്യേകത ഈ കാര്യങ്ങള് ഭാവനയിൽ പറയാൻ നല്ല കഴിവുണ്ടെന്നുള്ളതാണ്. അതാണ് ചിലപ്പോൾ നുണാന്ന് പറയുന്നത്. പലരും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളത് ഒരുപാട് കാര്യങ്ങളിൽ ഇപ്പം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇതിലിപ്പം അദ്ദേഹത്തിന്റെ ഭാവനക്കനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നെങ്കിൽ നടക്കട്ടെ, അത് നല്ലത് തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് ജനങ്ങളെല്ലാവരും വിലയിരുത്തുന്നുണ്ട്. അത് അദ്ദേഹം കാണാതിരിക്കരുത്. അതിലേക്ക് ഞാനിപ്പോൾ ഏതായാലും പോകുന്നില്ല. ഞാൻ അത്തരം ഒരു വിവാദത്തിലല്ല ഇപ്പം തയ്യാറാകുന്നത്. ഇപ്പം എല്ലാവരും ഒന്നിച്ച് നിൽക്കേണ്ട ഘട്ടമാണ്. ഒന്നിച്ച് നിന്നുകൊണ്ട് ഈ ഘട്ടം കടന്നു പോവുകയാണ് വേണ്ടത്. അതിൽ ചില വീഴ്ചകൾ പറ്റിയിരിക്കുന്നു. ആ വീഴ്ചകൾ പരിഹരിക്കാൻ സർക്കാർ സന്നദ്ധമാകണം. അത്രത്തോളം മാത്രമേ ഇപ്പം ഞാൻ പറയുന്നുള്ളൂ. മറ്റേ വളരെ കൂടുതൽ വിമർശനങ്ങൾ ഉന്നയിക്കേണ്ട ഒരു സമയമല്ല ഇത് എന്നുള്ളത് കൊണ്ടാണ് അതിലേക്ക് ഞാൻ കടക്കാത്തത്. ഈ രാജേഷിന്റെ കാര്യത്തിൽ വലിയൊരു വീഴ്ചയാണ് ഉണ്ടായത്. പക്ഷെ ഉദ്യോഗസ്ഥ തലത്തിലേക്ക് മാത്രം അവരുടെ താഴെക്കിടയിൽ പറ്റിയ വീഴ്ചയാണെന്ന രീതിയിലാണ് പലപ്പോഴും മന്ത്രിമാരൊക്കെ വ്യാഖ്യാനിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ ഇല്ല ഇങ്ങനെയുള്ള ഇത്തരം കാര്യങ്ങൾ വരുമ്പോ ഈ ഇദ്ദേഹത്തെ കാണാതായപ്പോൾ തന്നെ അത് നാടിൻ്റെ ഒരു നൊമ്പരമായിട്ട് മാറുക. കാരണം രക്ഷാപ്രവർത്തനത്തിനിടക്കാണ് കാണാതാവുന്നത്. രക്ഷിച്ചയാള്, രക്ഷപ്പെട്ടയാള്, അദ്ദേഹം രക്ഷപ്പെടുത്തിയയാള്, അദ്ദേഹം മാധ്യമങ്ങളോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെല്ലാം കൂടി നാടിൻ്റെ ശ്രദ്ധയിൽ നല്ല നിലക്കത് വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അത്തരം ഒരു കാര്യത്തിൽ അവിടെയുള്ള ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ മാത്രം നടപടിയെടുക്കുക എന്നുള്ളതല്ല വരിക. എവിടെയെല്ലാം ശ്രദ്ധിക്കപ്പെടണമോ അവിടെയെല്ലാം ആ ശ്രദ്ധ അപ്പോഴേക്ക് എത്തും. അതിന്റെ ഭാഗമായുള്ള ഇടപെടലുകൾ വരും, സ്വാഭാവികമായിട്ടുള്ള ബന്ധപ്പെടലുകൾ വരും. എന്തായി എന്ന ചോദ്യങ്ങളുണ്ടാവും. എല്ലാം ഉണ്ടായോ എന്നാണ് ഇവിടെ ചിന്തിക്കേണ്ടത്. അത്രയും ഞാൻ പറഞ്ഞില്ലേ, അത് അത്തരം കാര്യങ്ങളിലേക്ക് ഇപ്പോൾ കൂടുതലായിട്ട് പോകാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ സാധാരണഗതിയിൽ സംഭവിക്കാൻ പറ്റാത്തൊരു വീഴ്ച സംഭവിച്ചിരിക്കുന്നു. മറ്റൊരാളെ രക്ഷപ്പെടുന്നതിന് വേണ്ടി സ്വന്തം ജീവൻ അർപ്പിച്ച ഒരു വ്യക്തിയോട് അങ്ങേയറ്റത്തെ അനാദരവുണ്ടായിരിക്കുന്നു. അതിൽ സർക്കാർ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകും. ഈ ക്ഷേമ പെൻഷൻ വീടുകളിൽ കൊണ്ടുകൊടുക്കുന്നതിന് പകരം ബാങ്ക് ത്രൂ ആക്കുന്നതിന് തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എന്താണ് അതിന് പ്രതികരണം? ക്ഷേമ പെൻഷന്റെ കാര്യത്തില് ക്ഷേമ പെൻഷൻ നമ്മുടെ നാട്ടിൽ കുറ്റമറ്റ രീതിയിൽ നടന്നു പോവുകയാണ്. അതില് ഈ പറയുന്ന ഇപ്പൊ വാർത്തകളിൽ കണ്ടത് ആരോഗ്യമുള്ള ആളുകൾക്ക് പെൻഷൻ നേരിട്ട് അക്കൗണ്ടിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അതിനോട് സാധാരണഗതിയിൽ വലിയ വിയോജിപ്പുണ്ടാവില്ല. പക്ഷെ പ്രശ്നം എന്താ, ഇവിടെ കൊടുക്കുന്നത് നേരിട്ട് പോയി അക്കൗണ്ടിൽ നിന്ന് എടുക്കാൻ ശേഷിയില്ലാത്ത, അങ്ങനെ ചലനശേഷിയില്ലാത്ത ആളുകളുണ്ട്. കുറെ പേര് പ്രായത്തിന്റെ വല്ലാത്ത ആവശ്യതയുള്ളവർ, ചിലർ പൂർണ്ണമായി കിടപ്പിലായി പോയവർ, അങ്ങനെയുള്ള ആളുകളുണ്ട്. ഇവരുടെ ആകെ പണം ഇനി ഈ പെൻഷൻ മുഴുവൻ അക്കൗണ്ടിലേക്കാണ് പോവുക എന്ന് ഒറ്റയടിക്ക് തീരുമാനിക്കുന്ന ഒരു തരത്തിലും ഭംഗിയായിട്ടുള്ള കാര്യമല്ല. അതിനെക്കുറിച്ചൊരു പഠനം ഗവൺമെന്റ് നടത്തണമല്ലോ. അങ്ങനെയാണെങ്കിൽ എന്താണ് അവസ്ഥ, ഇവരുടെ കൂട്ടത്തിൽ എത്ര പേര് ഇങ്ങനെ ഈ ഗവൺമെന്റ് വിചാരിക്കുന്ന പോലെ പോയിട്ട് അക്കൗണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആരോഗ്യസ്ഥിതിയുള്ളവരുണ്ടോ? അത് പഠിച്ചുകൊണ്ടല്ലേ ചെയ്യേണ്ടത്. അങ്ങനെ ഒരു പഠനവും നടത്തിയിട്ടില്ല. അപ്പോ ഫലത്തിൽ ഇത് പെൻഷനെ പ്രതികൂലമായി ബാധിക്കുന്ന അവസ്ഥയിലേക്കാണ് എത്തുക. അത് ശരിയായ രീതിയല്ല, അത് ശരിയായ നടപടിയല്ല. അപ്പോ കിടപ്പിലായി പോയവര്, പൂർണ്ണ ആരോഗ്യമില്ലാത്തവര്, പോയി അക്കൗണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റാത്തവര്, അവർക്ക് വീട്ടിലെത്തിച്ചു കൊടുക്കുന്ന സാഹചര്യം തന്നെ തുടരേണ്ടതായിട്ടുണ്ട്. രാഷ്ട്രീയ മുതലെടുപ്പ് നടക്കുന്നു എന്നുള്ളൊരു പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു
പരിഷ്കരണത്തിലേക്ക് പോയത്, അതായത് സഹകരണ സ്ഥാപനങ്ങൾ അതൊക്കെ CPM നിയന്ത്രണത്തിലുള്ളതാണ്. അപ്പോൾ അതിലൊരു CPM-കാർ കൊടുക്കുന്നു എന്നുള്ള രീതിയിലേക്ക് വരും എന്നൊരു ആശങ്കയാണ് പറയുന്നത്. CPM-കാർ കൊടുക്കുന്നത് വന്നിട്ടാണല്ലോ UDF വന്നത്. അതുകൊണ്ട് വലിയ ദോഷമൊന്നും പറ്റിയില്ല. കേരളത്തില് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് UDF ജയിച്ചു വരാൻ കഴിഞ്ഞല്ലോ. ഈ പെൻഷൻ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് വല്ലാതെ CPM-നോ LDF-നോ വല്ലാതെ പിന്തുണ കിട്ടിയെന്ന് പറയാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ കാണേണ്ടത് എന്താ, അത്തരം കാര്യങ്ങളൊന്നുമല്ല നോക്കേണ്ടത്. ഒരാള് അയാൾക്ക് നേരെ ചൊവ്വയെ നീങ്ങാൻ കഴിയില്ല, അയാൾക്ക് പെൻഷൻ അർഹതയുണ്ട്. പെൻഷൻ അക്കൗണ്ടിൽ കൊടുത്താൽ ആ അക്കൗണ്ടിൽ കൊടുത്ത കാശ് മറ്റൊരാളുടെ സഹായത്തോടെ പോയിട്ട് മാറേണ്ടി വരും. അങ്ങനെ മാറുമ്പോൾ ചിലരുടെ കാര്യത്തിൽ ആ പണം മുഴുവനായിട്ട് അയാൾ കിട്ടിയില്ലെന്ന് വരും. ഇപ്പൊ നേരിട്ട് കൊടുക്കുമ്പോൾ ആ പണം മുഴുവനായിട്ട് കയ്യിൽ കിട്ടും. അപ്പോ ഇതൊക്കെ ഉണ്ടാക്കുന്ന ചില സാമൂഹ്യ പ്രശ്നങ്ങളുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് വേണം കാര്യങ്ങൾ തീരുമാനിക്കാൻ. എല്ലാം രാഷ്ട്രീയ കണ്ണിൽ കാണുന്ന നിലയുണ്ടാകരുത്. എന്നാൽ അതേസമയം ആരോഗ്യമുള്ളവരുണ്ടെങ്കിൽ അവരുടെ കാര്യത്തിൽ ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യാം. നാട് ദുരിതത്തിലൂടെ കടന്നു പോകുമ്പോൾ മുഖ്യമന്ത്രി ഒരു ആഘോഷത്തിൽ പങ്കെടുത്ത് സുഖസുഭിക്ഷമായ സദ്യ കഴിച്ചു എന്ന ഒരു വിവാദം ഉയർന്നു വന്നു. അതിന് അദ്ദേഹം തിരിച്ചടിച്ചത് നേരത്തെ ഇത്തരത്തിലുള്ള സ്ഥിതിവിശേഷം നാട്ടിലുണ്ടായപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി ഭക്ഷണം മാറ്റിവെച്ച് ഉപവാസം അനുഷ്ഠിക്കുകയായിരുന്നു. അതാണ് അദ്ദേഹം തിരിച്ചടിച്ചത്. എന്താണ്? ഞാനതിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ അന്ന് പട്ടിണി കിടന്നിട്ടില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ ഘട്ടത്തില് നമ്മൾ കാണിക്കേണ്ട ചില ഔചിത്യങ്ങളുണ്ട്. അതാണ് പ്രശ്നം. ആ ഔചിത്യം അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായോ എന്നുള്ളത് അദ്ദേഹം സ്വയമേ പരിശോധിക്കുകയാണ് വേണ്ടത്. പിന്നെ അതിന്റെ ഭാഗമായിട്ട് എന്നെ പറയണമെങ്കിൽ പറഞ്ഞോട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. ഈ പയ്യന്നൂരിലെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് ഒരു ഘട്ടത്തിൽ ആ സ്ഥാനാർത്ഥി പട്ടികയിലുണ്ടായിരുന്ന TA മൻസൂറിനെ മാറ്റുന്നതിനെ കുറിച്ച് ആലോചന നടന്നിരുന്നു. CPM ജില്ലാ സെക്രട്ടറി പയ്യന്നൂർ നടത്തിയ പ്രസംഗത്തിൽ പരാമർശിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. എന്റെ ശ്രദ്ധയിലില്ല. ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നത് ഇത് ഒരിക്കലും 100 സീറ്റോടെയാക്കിയാൽ ഈ ഭരണത്തിൽ വന്നു. അടുത്ത തവണ 100 സീറ്റോടെ PS അധികാരത്തിൽ വരും. ട്രെൻഡൊക്കെ മാറി മറന്നു വരും. പക്ഷേ പാർട്ടിയുടെ കോട്ടക്കൊത്തളങ്ങളായ തൃക്കരിപ്പൂർ, പയ്യന്നൂർ, തളിപ്പറമ്പ് മണ്ഡലങ്ങളിൽ കാലാകാലങ്ങളായി പാർട്ടിക്ക് കിട്ടിയിരുന്ന ആയിരക്കണക്കിന് വോട്ടുകൾ മാറി മറിയുന്ന സ്ഥിതി ഉണ്ടായി. അതിനെ വളരെ ലാഘവത്തോടെ കാണാൻ കഴിയും. ഞങ്ങൾ ലാഘവത്തോടെ കാണുന്നില്ല. അത് ഗൗരവത്തോടെ തന്നെയാണല്ലോ കാണുന്നത്. ആ ഗൗരവത്തോടെ തന്നെയാണ് ഞങ്ങൾ അതിനെ സമീപിച്ചത്. സവർക്കറെ ന്യായീകരിച്ചുകൊണ്ട് മാത്രം വെച്ചുകൊണ്ട് കാസർഗോഡ് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയിരിക്കുകയാണ്. വലിയ വിവാദമായിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ? സവർക്കർ കേന്ദ്ര ഗവൺമെന്റിന്റെ നയത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു നിലപാടാണ്. അതില് സവർക്കറെ എല്ലാ തരത്തിലും മഹത്വവൽക്കരിക്കാനുള്ള നീക്കങ്ങളാണ് കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്നത്. അത് RSSന്റെ അജണ്ടയുടെ ഭാഗമായിട്ടുള്ളതാണ്. അദ്ദേഹത്തെ യഥാർത്ഥ ചിത്രം അവതരിപ്പിക്കാതെ മഹത്വവൽക്കരിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന് അറിയാവുന്ന കാര്യം, സ്വാതന്ത്ര്യ സമരത്തിന്റെ ആ സുപ്രധാന ഘട്ടത്തിൽ അതിൻ്റെ ഭാഗമായി ഉറച്ചു നിൽക്കാതെ മാപ്പെഴുതി കൊടുത്ത് ബ്രിട്ടീഷുകാരുടെ പാദസേവകനായിട്ട് മാറുക എന്ന് പറയുന്നത് സ്വാഭാവികമായി സ്വാതന്ത്ര്യ സമരത്തെ വഞ്ചിക്കലാണ്. അതിനാണ് സവർക്കർ ആ ഘട്ടത്തിൽ തയ്യാറായിട്ടുള്ളത്. എന്നാൽ സവർക്കറെ മഹത്വവൽക്കരിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ RSS സ്വീകരിച്ചിട്ടുള്ളത്. ഇത് മറ്റൊരു വഴിയും അവർക്കില്ല, ഇത്തരൊരു മാർഗം സ്വീകരിക്കാനല്ലാതെ. യഥാർത്ഥ ചരിത്രം പറയാൻ പറ്റില്ല. യഥാർത്ഥ ചരിത്രം പറയുമ്പോൾ RSS സ്വാതന്ത്ര്യ സമരത്തെ തള്ളിപ്പറഞ്ഞതിനെ കാണേണ്ടി വരുമല്ലോ. അന്ന് ചെറുപ്പക്കാരോട് നിങ്ങളുടെ ആരോഗ്യം ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തിട്ട് വെറുതെ ദുർവ്യയം ചെയ്യരുത് എന്ന് ഉപദേശിക്കാൻ തയ്യാറായതാണ് RSS. അങ്ങനെയുള്ള RSSനെ പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബ്രിട്ടീഷുകാരോട് പൂർണ്ണ വിധേയത്വം പ്രഖ്യാപിച്ചിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ബ്രിട്ടീഷ് വൈസ്രോയി അടക്കം കണ്ടിട്ട് പൂർണ്ണ പിന്തുണ, നിങ്ങളിവിടെ തുറന്നതിൽ ഞങ്ങൾക്ക് യാതൊരു പ്രയാസവുമില്ല, നമ്മുടെ
നിങ്ങൾ എതിർക്കുകയല്ല എന്ന നിലപാട് സ്വീകരിച്ചവരാണ് അവർ. അപ്പൊ എല്ലാ അർത്ഥത്തിലും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ വഞ്ചിച്ചവരാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരം ഇപ്പോ അവരാണ് നിയന്ത്രിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അവരെ മഹത്വവൽക്കരിക്കാനുള്ള രീതിയിലേക്ക് ചരിത്രം മാറ്റുകയാണ്. അതിന്റെ ഭാഗമായാണ് സവർക്കറെ മഹത്വവൽക്കരിക്കുന്നത്. അപ്പൊ അത്തരമൊരു സമീപനം കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുമ്പോൾ ആ കേന്ദ്ര ഗവൺമെന്റിന്റെ പുത്തൻ വിദ്യാഭ്യാസ നയം, ആ നയം നമ്മുടെ കേരളത്തില് നടപ്പാക്കാതിരിക്കുകയായിരുന്നു. അത് നടപ്പാക്കുന്നതിലെ നടപടിയാണ് ഇപ്പോഴത്തെ ഗവൺമെന്റ് സ്വീകരിച്ചിരുന്നത്, UDF ഗവൺമെന്റ് സ്വീകരിച്ചിരുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കൂടി ഇതിനെ കാണണം. അപ്പോൾ തങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ഒത്തിണങ്ങിയിരിക്കുന്നുവെന്ന് സംഘപരിവാറുകാർക്ക് പൂർണ്ണ ബോധ്യം വന്നിരിക്കുന്നു. അതിന്റെ ബലത്തിൽ കൂടിയാണ് ഇതുപോലൊരു ചോദ്യം കുട്ടികളോട് ചോദിക്കുന്ന സ്ഥിതി വന്നിട്ടുള്ളത്, സവർക്കറെ മഹത്വവൽക്കരിക്കുന്ന നിലയുണ്ടായിരുന്നത്. ഇത് UDF ഗവൺമെന്റിന്റെ ഒത്തുകളിയുടെ ഭാഗമായി സൃഷ്ടിക്കപ്പെട്ട ഒന്നാണ് എന്ന് കാണുന്നു. ഈ സോഷ്യൽ മീഡിയയില് ആഭ്യന്തര വകുപ്പിനെ വെല്ലുവിളിച്ചു എന്ന് പറഞ്ഞ അർജുൻ നായക് എന്ന ആൾക്കാരെ പോലീസ് വലിയ തെരച്ചിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഇപ്പോൾ വരുന്ന വാർത്ത, ആവശ്യമെങ്കിൽ അയാൾക്ക് തോക്ക് വരെ ഉപയോഗിക്കാമെന്ന് ആഭ്യന്തര വകുപ്പ് പറഞ്ഞതായി വിവരങ്ങൾ വരുന്നുണ്ട്. അർജുനാങ്കിക്കെതിരെ നടപടി എടുക്കണമെങ്കിൽ നടപടി അവരെടുത്തോട്ടെ. അതിലിപ്പോ ഞാനെന്ത് പറയാനാണ്? ഈ തോക്ക് ഉപയോഗിക്കണം എന്നൊക്കെ പറയുന്നത് സോഷ്യൽ മീഡിയയിലെ വെല്ലുവിളിക്കെതിരെ അർജുനാങ്കിക്കെതിരെ തോക്ക് ഉപയോഗിക്കരുത് ഞാൻ പറയണോ നിങ്ങളോട്? അർജുനാങ്കിനെ ന്യായീകരിക്കേണ്ട ആവശ്യമൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അയാൾക്കെതിരെ നടപടി എടുക്കണമെങ്കിൽ നടപടി എടുത്തോട്ടെ. അതിന് യാതൊരു തടസ്സവും ഞങ്ങൾക്കില്ല. ഞാൻ കണ്ടിട്ടില്ല അത്. ഈ വന്ദേ മാതരം മുഴുവനായി സ്വാതന്ത്ര്യ ദിനത്തിൽ ആലപിക്കണം എന്നുള്ള ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. പൊതുവെ നേരത്തെ വിവാദമായിട്ട് വീണ്ടും അത് മുഴുവനായി ആലപിക്കണം എന്നുള്ള സർക്കാർ ഉത്തരവാണ് വരുന്നത്. എന്താണ് തീർച്ചയായും വന്ദേ മാതരത്തിന്റെ കാര്യത്തില് നമ്മുടെ രാജ്യം പൊതുവെ അംഗീകരിച്ചൊരു കാര്യമുണ്ട്. അതായത് വന്ദേ മാതരം എന്ന ആകെയുള്ള ഗാനം അത് മതനിരപേക്ഷതക്ക് ചേരാത്തതാണ്. നമ്മളൊരു മതനിരപേക്ഷ രാഷ്ട്രമാണ് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞ സാഹചര്യത്തിൽ ആ മതനിരപേക്ഷതക്ക് ചേരാത്ത ഒരു ഗാനം അതേ രീതിയിൽ ചൊല്ലരുത് എന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി തന്നെ തീരുമാനിച്ചതാണ്. അത് ആദ്യത്തെ ഈരടികൾ ചൊല്ലുന്നതിൽ തെറ്റില്ല. അപ്പൊ ആദ്യത്തെ ഈരടികൾ മാത്രമേ ചൊല്ലേണ്ടതായിട്ടുള്ളൂ എന്നും കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി തീരുമാനമെടുത്തിട്ടുണ്ട്. ഇവിടെയാണ് രാജേന്ദ്ര പ്രസാദാണെന്ന് പ്രഖ്യാപിക്കുന്നത്. ഇതായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ അടക്കം നയം. ആ നയമാണ് കോൺഗ്രസിന്റെ നയമായിട്ടുണ്ടായിരുന്നത്. വ്യത്യാസം വന്നത് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ആദ്യത്തെ ദിവസം മന്ത്രിസഭാ സത്യപ്രതിജ്ഞയുടെ ഘട്ടത്തിൽ ഈ വന്ദേ മാതരം മുഴുവനായിട്ടൊന്ന് ചൊല്ലി. വന്ദേ മാതരം മുഴുവനായിട്ട് ചൊല്ലുക എന്നുള്ളത് RSSന്റെ നയമാണ്, RSSന്റെ അജണ്ടയാണ്. അതിന് പൂർണ്ണമായിട്ട് കീഴ്പ്പെടുന്ന അവസ്ഥ ഇവിടുത്തെ ഗവൺമെന്റ് കാണിച്ചു. വ്യാപക വിമർശനം അതിനെതിരെ ഉയർത്തി. ആ വിമർശനം നിലനിൽക്കുകയാണ് ഇപ്പൊ വീണ്ടും വന്ദേ മാതരത്തിന്റെ പ്രശ്നം വന്നിട്ടുള്ളത്. ഇപ്പോ ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനാഘോഷ വേളയിൽ ദേശീയ ഗാനം മാത്രമല്ല വന്ദേ മാതരം മുഴുവനായിട്ട് ചൊല്ലണമെന്ന് പറയുന്നു എന്നാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഗൗരവമായ കാര്യമാണ്. അത് RSS നയമാണ്, നമ്മുടെ രാജ്യം അംഗീകരിച്ചതല്ല. ഈ വന്ദേ മാതരം ചൊല്ലുക എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഈരടികൾ മാത്രം ചൊല്ലേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോ എത്ര കണ്ട് RSS അജണ്ടക്ക് കീഴ്പ്പെടുന്നു എന്നുള്ളതാണ് ഈ വന്ദേ മാതരം സത്യപ്രതിജ്ഞാ വേള തൊട്ട് ഇതുവരെയുള്ള കാര്യങ്ങളിൽ കാണാൻ നമുക്ക് കഴിയുന്നത്. ഇപ്പൊ ചെയ്യേണ്ടത് അടിയന്തരമായി ഈ കാര്യം തിരുത്താൻ തയ്യാറാവണം. ഇത് ഇത്തരത്തിൽ ചൊല്ലാൻ പാടില്ല എന്ന നിലപാട് പൊതുവെ സ്വീകരിക്കാനാവണം. ആദ്യത്തെ ഈരടി മാത്രം ചൊല്ലുക, ബാക്കി ദേശീയ ഗാനം ആലപിക്കുന്ന നിലയുണ്ടാവും. ഇതാണ് ആവശ്യമായിട്ടുള്ളത്. അതിനൊക്കെ ഞാൻ നേരത്തെ മറുപടി പറഞ്ഞിട്ടുള്ളതാണ്.
പയ്യന്നൂരിലെ അക്രമ സംഭവങ്ങളിൽ പോലീസ് ആരെ അറസ്റ്റ് ചെയ്തില്ല LDF ഒരു മാർച്ച് നടത്തിയിരുന്നു. ഈ ആഭ്യന്തര വകുപ്പ് ഇവരെ കുറ്റക്കാരെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്ന് തോന്നുന്നുണ്ട്. അക്രമ സംഭവങ്ങൾ എന്ന് പറയുന്നത് ഏതാണ്? തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന അതിനോടനുബന്ധിച്ച് നടന്ന അക്രമ സംഭവങ്ങളിൽ കുറ്റക്കാരെ അറസ്റ്റ് ചെയ്തില്ല എന്നുകൊണ്ട് LDF ആണ് ഒരു മാർച്ച് കഴിഞ്ഞ ദിവസം നടത്തിയത്. അപ്പൊ അതിലെ ആഭ്യന്തര വകുപ്പ് സംരക്ഷിക്കുകയാണോ എന്നുള്ളതായിരുന്നു ചോദ്യം. അല്ല, ആഭ്യന്തര വകുപ്പ് നിലപാടെടുക്കുന്നതിനെതിരായിട്ടാണല്ലോ പ്രക്ഷോഭം നടക്കുന്നത്. അത് CPIM നടത്തുന്ന പ്രക്ഷോഭമല്ലേ? അപ്പോൾ ഈ വി കുഞ്ഞികൃഷ്ണൻ അടക്കം പറയുന്നത് കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്തായിരുന്നു ഈ അക്രമം കൂടുതൽ നടന്നത്. ആ സമയത്ത് പ്രതികളെ പിടിച്ചിരുന്നില്ല, അത് അവരെ സംരക്ഷിക്കാനാണെന്നതാണ് അവിടെ നിന്നുള്ള ഒരു ആരോപണം. അത് ശരി, അതുകൊണ്ട് ഞങ്ങൾ പിടിക്കുന്നില്ല എന്നാണ് അല്ലേ? അങ്ങനെയാണോ? ഞാൻ അത് പിടിക്കാമായിരുന്നു. എല്ലാവരും കുറ്റം ചെയ്താൽ കുറ്റവാളികൾക്കെതിരെ നടപടി ഉണ്ടാവുക എന്നുള്ളത് ഏത് ജനാധിപത്യ സമൂഹത്തിൽ നടക്കേണ്ട കാര്യമാണ്. അപ്പൊ തെറ്റായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതിനെതിരെ നടപടികൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവണം. അതാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഈ ആഭ്യന്തര വകുപ്പിന് ഒരു DG മോഹൻദാസ് എന്ന് പറയുന്ന RSS സൈദ്ധാന്തികൻ ഒരു വളരെ മോശമായിട്ടുള്ള ഒരു പ്രസ്താവന നടത്തി. അയാൾക്കെതിരെ കേസൊക്കെ എടുത്തു എന്ന് പറഞ്ഞു. പക്ഷെ ഇത്രയും ദിവസം ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നടപടികളിലേക്ക് നീങ്ങിയിട്ടില്ല. അതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്, നേരത്തെ പറഞ്ഞതാണ്. എല്ലാ പത്രസമ്മേളനത്തിലും ഒരേ കാര്യം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സവർക്കറെ പറ്റി പറയുമ്പോൾ ഇത്തരത്തിൽ ഇതിനേക്കാളും ശക്തമായ വിമർശനം നേരത്തെ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ കോൺഗ്രസും സംഘപരിവാറല്ല കോൺഗ്രസും ക്വിറ്റ് ഇന്ത്യ സമരത്തെ വെട്ടിക്കൊടുത്തവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അതുപോലെ ഈ ക്വിറ്റ് ഇന്ത്യ സമരമായിരുന്നില്ല, രണ്ടാം ലോക മഹായുദ്ധത്തിൽ റഷ്യയും ബ്രിട്ടനുമൊക്കെ ഉൾക്കൊള്ളുന്ന ചേരിക്കുണ്ടായ വിജയമാണ് രാജ്യത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചത് എന്ന EMSന്റെ പരാമർശം പമ്പിച്ച വിവാദം ഉയർത്തിയിരുന്നു. വലിയ ചരിത്ര സംഭവങ്ങളല്ലേ, അതിന്റെ ആകെ കാര്യങ്ങളിലേക്ക് ഇപ്പം പോണ്ടാലും ഞങ്ങൾ സ്വീകരിച്ച നിലപാട് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. കമ്മ്യൂണിസ്റ്റുകാർ എന്തായിരുന്നു പങ്കുവഹിച്ചതെന്ന് എല്ലാവർക്കും അറിയാലോ. ആ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കമ്മ്യൂണിസ്റ്റുകാർ ഏതെല്ലാം തരത്തിൽ പങ്കെടുത്തിരുന്ന എല്ലാവർക്കും അറിയാലോ. കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ എത്രമാത്രം പേര് അതിന് പങ്കെടുത്തു എന്നുള്ളത് നേരത്തെ ഒരു കണക്ക് ഞാൻ അവതരിപ്പിച്ചിരുന്നു. ഞങ്ങളുടെ പാർട്ടി കോൺഗ്രസ് 48 നടക്കുമ്പോൾ അതില് പങ്കെടുത്തവരിൽ മഹാഭൂരിഭാഗം വലിയ തോതിൽ ജയിലിൽ കിടന്നവര്, ശിക്ഷ അനുഭവിച്ചവര് എല്ലാമായിരുന്നു. ഏതാ ജയില്? എല്ലാം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഉണ്ടായത്. ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റിക്കൊടുക്കുന്നവരെയല്ല, സാർവദേശീയ രംഗത്തുണ്ടായ സംഭവങ്ങളുണ്ട്. സാർവദേശീയ സംഭവ വികാസങ്ങൾ കാണാതിരിക്കരുത്. ആ സംഭവങ്ങളുടെ നിലപാടിന്റെ ഭാഗമായിട്ട് നിലപാട് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അത് പൂർണ്ണമായും ശരിയായ നിലപാടായിരുന്നു എന്നത് അന്ന് ഞങ്ങൾ കണ്ട കാര്യമാണ്. അതാണ് വസ്തുത. അപ്പൊ നമുക്ക് ഇവിടെ നിർത്താം അല്ലേ? ശരി.